നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അയർലൻഡിൽ ഇന്ധന അലവൻസ് വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ ജനുവരി മുതൽ ലഭ്യമായി തുടങ്ങും. €5 മുതൽ €38 വരെയാണ് വർധനവ്. പോലീസ് വാൻ കത്തിച്ചു. 10 വയസ്സുകാരിയെ അഭയാർത്ഥി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. വെസ്റ്റ് ഡബ്ലിനിൽ പ്രതിഷേധക്കാർ പോലീസ് വാനിന് തീയിട്ടു. മാധ്യമപ്രവർത്തകനെ തട്ടിക്കൊണ്ടുപോയി. മുൻ ഐറിഷ് എക്സാമിനർ കോളമിസ്റ്റും എഴുത്തുകാരനുമായ ഡാൻ മക്കാർത്തിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടി. ടാൻസാനിയയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം. ചികിത്സ തേടിയവരുടെ എണ്ണത്തിൽ വർധനവ്. 2024 ലഹരി ആസക്തിയെ തുടർന്ന് ചികിത്സാ സേവനങ്ങൾ തേടിയവരുടെ എണ്ണത്തിൽ വർധനവ്. കൂൾമൈൻ തെറാപ്പിറ്റിക് കമ്മ്യൂണിറ്റിയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. തുസ്ല കേന്ദ്രത്തിൽ നിന്നുള്ള 10 വയസ്സുകാരെ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച് അയർലൻഡ് പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ സർക്കാർ പരിചരണയിൽ കഴിഞ്ഞിരുന്ന കുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത് പരാജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വെസ്റ്റ് ഡബ്ലിനിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ അറസ്റ്റ്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. പോലീസുകാരന് പരിക്ക്. വരാനിരിക്കുന്ന വാരാന്ത്യ ബാങ്ക് അവധി ദിനങ്ങളിൽ ചില ട്രെയിനുകൾ സർവീസ് നടത്തില്ലെന്ന് റെയിൽവേ. ഡബ്ലിൻ, ലൌത്ത്, ഗാൽവേ എന്നീ പ്രദേശങ്ങളിൽ സങ്കീർണമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനെ തുടർന്നാണ് ട്രെയിൻ സർവീസുകൾ നിർത്തിവെക്കുന്നത്. മുന്നറിയിപ്പുമായി MNI. വ്യാജ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെ മുന്നറിയിപ്പുമായി മൈഗ്രന്റ് നഴ്സസ് അയർലൻഡ്. ഇത്തരം സംഘടനകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. കുറ്റസമ്മതം നടത്തി പ്രതി. ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയ കേസിൽ കുറ്റം സമ്മതിച്ചു പ്രതി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു പ്രതി പാട്രിക് ഗ്രേലിഷ് ഭീഷണി മുഴക്കിയത്. അംഗമായി അയർലൻഡും. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൽ അംഗമായി അയർലൻഡും. ഇനി മുതൽ CERNന്റെ ഗവേഷണങ്ങളിൽ ഐറിഷ് ഗവേഷകരും പങ്കാളികളാകും. മിസൈൽ പരീക്ഷിച്ച് ഉത്തര കൊറിയ. ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ച് ഉത്തര കൊറിയ. ദക്ഷിണ കൊറിയൻ സൈന്യമാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ഇന്ത്യയുമായുള്ള ബന്ധം ഇനിയും ശക്തിപ്പെടുത്തുമെന്ന് താലിബാൻ. പാകിസ്ഥാന്റെ ആരോപണങ്ങൾ അഫ്ഗാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദീപാവലി ആശംസിച്ചു. ഇന്ത്യയും അമേരിക്കയും ലോകത്തെ പ്രകാശപൂരിതമാക്കട്ടെ എന്നും ട്രംപ്. റഷ്യയിൽ നിന്നും 10,000 കോടി രൂപയുടെ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ. വ്യോമസേനയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 11:30ഓടെയാണ് രാഷ്ട്രപതിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് എത്തിയത്. റാപ്പർ വേടനെതിരായ ലൈംഗിക പീഡന കേസിൽ മൊഴി രേഖപ്പെടുത്തണമെന്ന പോലീസിന്റെ നോട്ടീസിനെതിരെ പരാതിക്കാരി ഹൈക്കോടതിയിൽ. പോലീസ് അയച്ച നോട്ടീസിൽ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുവെന്നും അത് റദ്ദാക്കണമെന്നുമാണ് യുവതിയുടെ ആവശ്യം. വിരമിക്കൽ പ്രഖ്യാപിച്ച് ഹർലിംഗ് താരം ഡെക്ലാൻ ഹാനൻ. ഇന്റർ കൌണ്ടി ഹർലിംഗിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. നീരജ് ചോപ്ര ലഫ്റ്റനന്റ് കേണൽ. ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര ഇനി മുതൽ ലഫ്റ്റനന്റ് കേണൽ. അദ്ദേഹത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കരസേനാ മേധാവി എന്നിവർ ചേർന്ന് ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു. അയർലൻഡിൽ അസ്ഥിര കാലാവസ്ഥ. അയർലൻഡിൽ വെയിലും മഴയും ഇടകലർന്ന കാലാവസ്ഥ. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.